الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ കലാമ് പഠിക്കാൻ സൗഭാഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെട്ടതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി അറിയിക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബിൻ്റെ കലാമ് പഠിക്കാനുള്ള നമ്മുടെ ആഗ്രഹം നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തു മറിയം, സൂറത്തു ത്വാഹ, സൂറത്തുൽ അംബിയ എന്നീ അധ്യായങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ പുതിയൊരധ്യായം പഠിക്കാൻ ആരംഭിക്കുകയാണ്. കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹജ്ജാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. 22ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹജ്ജ്. കഴിവുള്ളവർ ജീവിതത്തിൽ ഒരു തവണ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. 78 ആയത്തുകളാണ് സൂറത്തുൽ ഹജ്ജിൽ ഉൾക്കൊള്ളുന്നത്. 17ാമത്തെ ജുസ്ഇൽ നിലകൊള്ളുന്ന അധ്യായമാണ് സൂറത്തുൽ ഹജ്ജ്. ഇതിലെ 52 മുതൽ 55 വരെയുള്ള വചനങ്ങൾ മക്കയുടെയും മദീനയും ഇടയിൽ വെച്ച് അവതീർണമായതാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ബാക്കിയുള്ള ആയത്തുകൾ മദീനയിൽ വെച്ചാണെന്നും അതുപോലെ തന്നെ 19 മുതൽ 24 വരെയുള്ള വചനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള വചനങ്ങളാണ് മദീനയിൽ അവതരിച്ചത് എന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. മിക്കവാറും വചനങ്ങൾ മദീനയിൽ അവതീർണമായതും ബാക്കി അല്പം മക്കയിൽ അവതീർണമായതും എന്നതാണ് സൂക്ഷ്മമായി പറയാൻ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഏതാണെങ്കിലും ഈ അധ്യായത്തിലെ ചർച്ചാ വിഷയമെന്നത് പ്രധാനമായും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ അള്ളാഹു ചർച്ച ചെയ്യുന്നുണ്ട്. ഹജ്ജിനെയും മസ്ജിദുൽ ഹറാമിനെയും സംബന്ധിച്ച് ഈ അധ്യായത്തിൽ അള്ളാഹു ചർച്ച ചെയ്യുന്നുണ്ട്. യുദ്ധം, അതുപോലെ അക്രമകാരികളുടെ നാശം, സ്രഷ്ടാവിൻ്റെ അസ്തിത്വം, വിഗ്രഹങ്ങളടക്കമുള്ള അത്തരം ദൈവങ്ങളുടെ ദുർബലതയെക്കുറിച്ച് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഈ അധ്യായത്തിന് ഹജ്ജ് എന്ന് അള്ളാഹു എന്തുകൊണ്ട് പേരിട്ടു? ആ വിഷയത്തിലും പണ്ഡിതന്മാർ നടത്തുന്ന ചർച്ച. ഹജ്ജിൽ യഥാർത്ഥത്തിൽ മരണശേഷമുള്ള ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതേപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി തയ്യാറാകുന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഹജ്ജിലുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവൻ്റെ അടിമകൾ ഏതു പ്രകാരം സമന്മാരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഹജ്ജിലുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഉൾപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ അധ്യായത്തിന് സൂറത്തുൽ ഹജ്ജ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് നൽകിയിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മറ്റു പല സൂറത്തുകളെയും അപേക്ഷിച്ച് ഈ അധ്യായത്തിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഈ അധ്യായത്തിൽ
സുജൂദ് തിലാവയുടെ 2 സന്ദർഭങ്ങളുണ്ട് എന്നത്. ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടയിൽ നമ്മൾ ചെയ്യുന്ന സുജൂദിനാണല്ലോ സുജൂദ് തിലാവ എന്ന് പറയുന്നത്. അതിൻ്റെ 2 സന്ദർഭങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. 18-ാമത്തെ ആയത്തിലും 77-ാമത്തെ ആയത്തിലും സുജൂദ് തിലാവയുണ്ട്. മാത്രമല്ല ഈ സുജൂദുകൾ രണ്ടും വളരെ പ്രധാനപ്പെട്ടവയുമാണ്. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഫുദ്ദിലത് സൂറത്തുൽ ഹജ്ജ് ബിഅന്ന ഫീഹാ സജ്ദതൈൻ, സൂറത്തു അൽ ഹജ്ജ് 2 സുജൂദുകൾ കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെട്ടു അല്ലേ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. വമൻ ലം യസ്ജുദ്ഹുമാ ഫലാ യഖറഉഹുമാ, ആ 2 സുജൂദും ചെയ്യാൻ ഒരുക്കമില്ലാത്തവൻ ആ അധ്യായം പാരായണം ചെയ്യാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദു തിലാവ സുന്നത്താണ് എങ്കിലും വളരെ പ്രാധാന്യമുള്ളതാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ അധ്യായത്തിൽ മക്കയിലും മദീനയിലും അവതീർണമായ ആയത്തുകളുണ്ട് എന്നത് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകതയാണ്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒരു സ്തംഭത്തിൻ്റെ പേരിൽ മാത്രമാണ് ഒരു സൂറത്തുള്ളത്. അതും ഹജ്ജാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. മാത്രമല്ല ഈ സൂറത്തുൽ ഹജ്ജിൻ്റെ പ്രത്യേകതകളായി പണ്ഡിതന്മാർ എണ്ണിയതാണ് ബിഅന്നഹാ നസലത് ഫീ കുല്ലിൽ അഹ്വാൽ. സൂറത്തുൽ ഹജ്ജിലെ ആയത്തുകൾ എല്ലാ അവസരത്തിലും ഇറങ്ങി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നസലത് മിൻഹ ആയാത്തുൻ ബില്ലൈൽ വ ആയാത്തുൻ ബിന്നഹാർ. സൂറത്തുൽ ഹജ്ജിലെ ചില ആയത്തുകൾ രാത്രിയിൽ അവതീർണമായതാണ്, ചില ആയത്തുകൾ പകൽ സമയത്ത് അവതീർണമായതാണ്. ആയാത്തുൻ ഫിസ് സഫർ വ ആയാത്തുൻ ഫിൽ ഹദർ. ചില ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിൽ അവതീർണമായതാണ്, ചില ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിലുണ്ടായിരിക്കെ അവതീർണമായതാണ്. നസലത് മിൻഹ ആയാത്തുൻ ഫിസ്സിൽം വ നസലത് മിൻഹ ആയാത്തുൻ അത്ന അൽ ഹർബ്. ഇതിലെ ചില ആയത്തുകൾ യുദ്ധവേളയിൽ ഇറങ്ങിയ ആയത്തുകളാണ്. ചില ആയത്തുകൾ യുദ്ധമൊന്നുമില്ലാത്ത നിർഭയാവസ്ഥയിൽ ഇറങ്ങിയിട്ടുള്ള ആയത്തുകളാണ്. നസലത് മിൻഹ ആയാത്തുൻ നുസിഖത് വ ആയാത്തുൻ ലം തുൻസഖ്. ഇതിലെ ചില ആയത്തുകൾ ദുർബലപ്പെടുത്തപ്പെട്ടവയുണ്ട്, അതുപോലെ തന്നെ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ആയത്തുകളുമുണ്ട്. ഫജാഅത് അലാ കുല്ലിൽ അഹ്വാൽ. ചുരുക്കി പറഞ്ഞാൽ ഓരോ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ ഈ അധ്യായത്തിലെ ആയത്തുകൾ ഇറങ്ങിയതായി നമുക്ക് കാണാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാനും ഉൾക്കൊണ്ട് ജീവിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കതിൻ്റെ വചനങ്ങളൊന്ന് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم. يا أيها الناس اتقوا ربكم. إن زلزلة الساعة شيء عظيم. إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت. يوم ترونها تذهل كل مرضعة عما أرضعت. وتضع كل ذات حمل حملها. وتضع كل ذات حمل حملها.
وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഔദു ഓതിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്നത്. കാരണം അവിടെ ഒരു സൂറത്തിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ബിസ്മി ഓതണമെന്നില്ല, ഔദു മാത്രം മതിയാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കൊണ്ടാണ് അപ്രകാരം നമ്മൾ ചെയ്തത്. എന്നാൽ അവിടെ നമ്മൾ സൂറത്തുൽ ഹജ്ജ് തുടക്കം കുറിക്കുകയാണെന്നതുകൊണ്ട് ബിസ്മിയും നമ്മൾ ഓതി. ഔദും ബിസ്മിയും ഓതൽ നിർബന്ധമാണോ അല്ലേ? ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം ഔദും ബിസ്മിയും ഓതൽ സുന്നത്താണ് എന്നതാണ്. എന്നാൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ കലാമ് നമ്മൾ പാരായണം ചെയ്യുക എന്നത് പിശാചിന് ഏറെ വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല നിലക്ക് പല കാരണങ്ങൾ മുമ്പിൽ വെച്ച് നമ്മെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാച് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ പറ്റാത്ത ഈ പിശാചിൻ്റെ ഷർറിൽ നിന്ന് നമുക്ക് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നത് വളരെ അനിവാര്യമായതാണ്. അതുകൊണ്ട് നമ്മൾ ഔദു ഓതിക്കൊണ്ട് ഖുർആൻ പാരായണം ആരംഭിക്കുന്നു. മറ്റു പല സന്ദർഭങ്ങളിലും ഔദു പാരായണം ചെയ്യുക എന്നത് പുണ്യകർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന അള്ളാഹുവിൻ്റെ വചനത്തെ മുന്നിൽ വെച്ചും ബിസ്മി ഓതിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ അതും വലിയ പുണ്യമുള്ള കർമ്മമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സ്വദഖല്ലാഹുൽ അദീം എന്ന് പറയാറുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നതാണ് സുന്നത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സദസ്സ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നുവെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് സദസ്സ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലുക എന്നത് സുന്നത്താണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീൻ യഥാവിധി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, യാ അയ്യുഹല്ലദീന, യാ അയ്യുഹന്നാസ്, പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നൊരു ശൈലിയാണിത്. ഇതിൽ യാ അയ്യുഹ എന്നത് മദ് മുൻഫസിൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ നീട്ടി ഉച്ചരിക്കുക എന്നത് അനുവദനീയമായ നല്ലതായ കാര്യമാണ്. അതുപോലെ അയ്യുഹ, ഹ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. തൊണ്ടക്കുഴിയിൽ നിന്നാണ് ഹ എന്ന അക്ഷരം വരുന്നത്. അത് ഉച്ചരിക്കാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടായേക്കും ശീലിച്ചിട്ടില്ല എങ്കിൽ. ആ പ്രയാസം കാരണം ചില ആളുകൾ അയ്യു ആ എന്ന് ഉച്ചരിച്ചു പോകും. അയ്യു ആ എന്നല്ല, അയ്യുഹ, അയ്യുഹ എന്ന് തന്നെ ഉച്ചരിക്കാൻ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അന്നാസ്, അവിടെ നൂനിന് ശബ്ദമുണ്ട്. അത് കാരണം അവിടെ മണിക്കണം. നൂന് ശബ്ദമുള്ളത് കൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും, ഇത്തഖൂ റബ്ബക്കും. അവിടെ ഇത്തഖൂ എന്നുള്ളിടത്ത് ഖാഫാണ്, റബ്ബക്കും എന്നുള്ളിടത്ത് കാഫാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അടുത്തടുത്ത് വരുമ്പോൾ രണ്ടും ഒരേപോലെ ഉച്ചരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തഖൂ ഖാഫാണ്, റബ്ബക്കും എന്നുള്ളിടത്ത് കാഫാണ്. ഖാഫ് കാഫ്, ഖാഫ് കാഫ്. കേഫ് അല്ലെങ്കിൽ ഇമാലത്ത് ഇല്ല എന്നാണ്. ചിലർ കെ എന്ന് ഉച്ചരിക്കും. കെ, കെൽബുൻ, കെൽബുന്നല്ല കൽബുൻ എന്ന് പറയണ്ട, കൽബുൻ. പിന്നെ
ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം. ഇന്ന എന്നുള്ളിടത്ത് നൂന് ശബ്ദ് വന്ന കാരണം മണിക്കണം, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം, അവിടെ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഷൈഉൻ അദീം, ചിലർ ഓതുമ്പോൾ ഷൈഉൻ അദീം ഓതും. ഷൈഉൻ അദീം, ഷൈഉൻ അദീം എന്നല്ല, ഷൈഉൻ അദീം, ഷൈഉൻ അദീം അങ്ങനെ തന്നെ ഓതണം. അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഓതിയാൽ ഷൈഉൻ അദീം ഓതും. നമുക്ക് കേൾക്കുമ്പോഴോ ഓതുമ്പോഴോ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നില്ല, പക്ഷേ ഐൻ എന്ന അക്ഷരം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അവിടെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഷൈഉൻ അദീം. പിന്നെ യൗമ തറൗനഹാ തദ്ഹലു, തദ്ഹലു അവിടെ തദ്ഹലു എന്നാവരുത്, തദ്ഹലു എന്നല്ല തദ്ഹലു, അത്ര ഉച്ചരിച്ചാൽ മതി. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ, അവിടെ അമ്മ എന്നുള്ളത് മീമിന് ശബ്ദമുണ്ട്, അവിടെ മണിക്കണം. അതോടൊപ്പം അവിടെ മദ്ദും ഉണ്ട്, നീട്ടും ചെയ്യണം. അപ്പോൾ അമ്മാ അർദഅത്, അർദഅത് അവിടെ മീമിന് ശബ്ദമുണ്ട്, അതോടൊപ്പം മദ്ദും ഉണ്ട്, അവിടെ അത് നീട്ടും ചെയ്യണം. പിന്നെ അർദഅത് എന്നിടത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ അർദഅത്, അർദഅത് അങ്ങനെ നിർത്തേണ്ടത്. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഹംലിൻ ഹംലഹാ, ഹ എന്ന അക്ഷരം ശ്രദ്ധിക്കേണ്ടതാണ്. വതറന്നാസ നൂന് ശബ്ദമുണ്ട്, മണിക്കണം. സുകാറ, സുകാറ രണ്ട് ഹർക്കത്തിൻ്റെ അളവാണ് അവിടെ നീട്ടേണ്ടത്. സുകാറ വമാ ഹും ബിസുകാറ, അവിടെ രണ്ട് ഹർക്കത്തിൻ്റെ അളവ്. വലകിന്ന നൂന് ശബ്ദമുള്ള കാരണം മണിക്കണം. അദാബല്ലാഹി ശദീദ്, ഷദീദ്, ഷദീദ് മതിയോ? പോരാ, ഷദീദ് എന്ന് ഉച്ചരിക്കണം. ഓക്കെ, ഒരാളൊന്ന് ഒന്ന് ആയത്തിൻ്റെ തുടക്കം തന്നെ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ 20 സ്ഥലങ്ങളിലാണ് യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കാറുള്ളത്. മാത്രമല്ല ഇത്തരം പ്രയോഗം യാ അയ്യുഹന്നാസ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രയോഗം അധികവും മക്കിയായ സൂറത്തുകളിലാണ് കാണാൻ പറ്റുക. കാരണം അക്കാലഘട്ടത്തിൽ വിശ്വാസികൾ കുറവാണ്. മാത്രമല്ല ബഹുഭൂരിപക്ഷം ആളുകൾ അവിശ്വാസികളാണ്. അതോടൊപ്പം യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളായിരിക്കും അധികവും. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികവും പ്രയോഗിച്ചിട്ടുള്ളത് മദീനയിൽ അവതീർണമായ അഥവാ ഹിജറക്ക് ശേഷം അവതീർണമായ ആയത്തുകളിലാണ്. 89 തവണയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പലതും വിധികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് എന്ന് ഇവ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു അല്ലെങ്കിൽ യാ അയ്യുഹന്നാസ് എന്നൊക്കെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. മറ്റുള്ളതൊന്നും പ്രധാനപ്പെട്ടതല്ല എന്നല്ല, ഇവ കൂടുതൽ പ്രാധാന്യമുള്ളതായിരിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുക എന്നാണ് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ തന്നെ അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ കൽപ്പന തന്നെ ജനങ്ങളെ മൊത്തം വിളിച്ചിട്ടാണ്. യാ അയ്യുഹന്നാസ്
ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച ഏകനായ റബ്ബിനെ ആരാധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ഖുർആൻ തുടക്കം മുതൽ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ കൽപ്പന തന്നെ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതേ രീതി തന്നെയാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല, അങ്ങനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ അവസാനമായി ഇറങ്ങിയ ആയത്തായിട്ട് അറിയപ്പെടുന്നത് സൂറത്തുൽ ബഖറയിലെ 281 ആയത്താണ്. ആ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഈ ലോകത്തോട് ഇവിടെ പറയുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, ഓർത്തുകൊണ്ട് ജീവിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ വചനവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അതേ പ്രയോഗം തന്നെയാണ് ഇവിടെയും അല്ലാഹു നടത്തിയത്. ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ സൂക്ഷിക്കുക, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് എന്നതാണ് പറഞ്ഞത്. അതെന്താ? ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം. ഇന്ന, തീർച്ചയായും എന്നാണ്. ഇന്ന എന്ന് പറഞ്ഞാലും അന്ന എന്ന് പറഞ്ഞാലും തീർച്ചയായും എന്നാണ് അർത്ഥം. ഇന്ന സൽസലത്തസ്സാഅ, തീർച്ചയായും അന്ത്യദിനത്തിൻ്റെ ആ പ്രകമ്പനം. സൽസല എന്ന് പറഞ്ഞാൽ പ്രകമ്പനം എന്നാണ് അതിൻ്റെ അർത്ഥം. അസ്സാഅത്ത് എന്ന് പറഞ്ഞാൽ അതെ, അതിന് പല അർത്ഥങ്ങളുണ്ട്. സാഅത്ത് എന്ന പദത്തിന് സമയം എന്ന അർത്ഥമുണ്ട്, മണിക്കൂർ എന്നർത്ഥമുണ്ട്, വാച്ച് എന്നർത്ഥമുണ്ട്, ക്ലോക്ക് എന്നർത്ഥമുണ്ട്, അന്ത്യദിനം എന്നർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്ത്യദിനം എന്നതാണ്. അതെ അതെ, ഇവിടെ നമ്മൾ സാഅത്തിനെ കുറിച്ച്, ഒരു വാച്ചിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അസ്സാ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആ വാച്ചായിരിക്കും. മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് ഇന്ന സൽസലത്തസ്സാഅ, തീർച്ചയായും അസ്സാഅത്തിന്റെ സൽസല എന്ന് പറയുമ്പോൾ തീർച്ചയായും അന്ത്യദിനാണ് വരുന്നത്, അതല്ലാതെ മറ്റൊന്നിനെ കുറിച്ചല്ല. ഇവിടെ ഇന്ന സൽസലത്തസ്സാഅ, തീർച്ചയായും അന്ത്യദിനത്തിൻ്റെ ആ ഒരു പ്രകമ്പനം. ശൈഉൻ അദീം, അദീം എന്ന് പറഞ്ഞാൽ അതെ, ആ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ അതിനുള്ള കുലുക്കം. ഷൈഉൻ അദീം, ഷൈഉൻ അദീം എന്ന് വെച്ചാൽ ഭയങ്കരമായൊരു കാര്യമാവുന്ന. അദീം എന്ന് പറഞ്ഞാൽ അത് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥത്തിൽ മാറ്റം ഉണ്ടാവും. മഹത്തായ എന്നർത്ഥമുണ്ട്, ഭയങ്കരമായ, ഭയാനകമായ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പം അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന പ്രകമ്പനത്തെക്കുറിച്ചാകുമ്പോൾ മഹത്തായ എന്ന് പറയില്ലല്ലോ. അവിടെ എന്തുകൊണ്ടും അത് പിന്നെ എന്താ പറയുക, വമ്പിച്ച ഒരു കാര്യമാകുന്നു എന്നർത്ഥം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം എന്താ? തീർച്ചയായും അന്ത്യദിനത്തിൻ്റെ ആ ഒരു പ്രകമ്പനം, ആ ഒരു കുലുക്കം, അത് ഭയങ്കരമായ ഒരു സംഭവം തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ഒരു ദിവസം വരുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അന്ത്യദിനത്തിന് പല അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഭൂമിയുടെ പ്രകമ്പനം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരിട്ടിട്ടുള്ളത് അസ്സൽസല എന്നാണ്. 99-ാമത്തെ അധ്യായത്തിന് അല്ലാഹു പേരിട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അധ്യായം ആരംഭിച്ചത് തന്നെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത കൂടിയാണെന്നത്. ആ പദത്തിൽ തന്നെ അതിൻ്റെ ആശയം പ്രതിഫലിക്കുന്നതാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു കുലുക്കണ്ടെന്ന അറബി ഭാഷയുടെ ഒരു പ്രത്യേകത കൂടിയായിട്ട് പണ്ഡിതന്മാർ അതിനെ എണ്ണിയതായി നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ അന്ത്യദിനത്തിൻ്റെ ഗൗരവകരമായ കാര്യം, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി അതിൻ്റെ പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ, ഭൂമി അതിൻ്റെ ഭാരമെല്ലാം പുറത്തു കൊണ്ടുവരികയും ചെയ്താൽ, മരണപ്പെട്ടവരൊക്കെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവസ്ഥയുണ്ടാകുന്നു. അത് അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തെക്കുറിച്ച് പറഞ്ഞത് വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കതാ ദക്കതൻ വാഹിദ ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ. എത്ര ഭയാനകമാണ് അന്ത്യദിനത്തിൻ്റെ ഒരവസ്ഥ എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വഹുമിലത്തിൽ അർളു വൽ ജിബാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ പൊക്കിയെടുക്കുന്ന, വൽ ജിബാൽ ഭൂമിയെയും പർവ്വതങ്ങളെയും ഒക്കെ അള്ളാഹുട് പൊക്കിയെടുക്കും. ഫദുക്കതാ ദക്കതൻ വാഹിദ, എന്നിട്ട് അവയൊക്കെ പാടെ കൂട്ടിയിടിപ്പിച്ചിട്ട് അങ്ങോട്ട് തകർക്കും. ഭൂമി ഒന്നായിട്ട് പൊക്കിയെടുത്തിട്ട് പർവ്വതങ്ങളും ഭൂമിയൊക്കെ പാടെ കൂട്ടിയിടിച്ചിട്ട് തകർക്കുന്ന ഒരവസ്ഥ. ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ, അന്നേ ദിവസം ആ സംഭവം സംഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി അതിൻ്റെ കഠിനമായ വിറപ്പിച്ചു കഴിഞ്ഞാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ തകർന്ന് പൊടിയാക്കി മാറ്റപ്പെട്ടാൽ, ഫകാനത് ഹബാഅൻ മുംബസ്സാ, അവയൊക്കെ ചിതറപ്പെട്ട ധൂളികൾ കണക്കെ ആക്കപ്പെടുകയും ചെയ്താൽ. ഖുർആനിൽ സൂറത്ത് മുദ്ദസ്സിറിൽ അല്ലാഹു പറഞ്ഞു, ഫഇദാ നുഖിറ ഫിന്നാഖൂർ ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ, കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു പ്രയാസത്തിൻ്റെ ദിവസം തന്നെയായിരിക്കും. അത്. അലൽ കാഫിരീന ഗൈറു യസീർ, അവിശ്വാസികൾക്ക് അതത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒന്നും വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലവനും അന്ത്യദിനം നേരിൽ കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഖുർആനിലെ 3 സൂറത്തുകൾ പാരായണം ചെയ്തു കൊള്ളട്ടെ. ഏതൊക്കെയാണ് 3 സൂറത്തുകൾ? ഒന്ന് സൂറത്തു തക്വീർ, ഇദാ ശംസു കുവിറത്. മറ്റൊന്ന് സൂറത്തുൽ ഇൻഫിതാറാണ്, ഇദാ സമാഉ ഫതറത്. മറ്റൊന്ന് സൂറത്തുൽ ഇൻഷിഖാഖാണ്, ഇദാ സമാഉ ഷഖ്ഖത്. അത് പാരായണം ചെയ്താൽ അന്ത്യദിനം നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ആ ആയത്തുകളിൽ കൂടി അന്ത്യദിനത്തിൻ്റെ ഭയാനകതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്, തുറന്നു കാണിച്ചിരുന്നുണ്ട്. ഒന്നും വേണ്ട, സമുദ്രമൊന്നാകെ ആളി കത്തിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു പറഞ്ഞെന്താ? വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രമൊന്നാകെ ആളി കത്തിക്കപ്പെടും, സമുദ്രമൊന്നാകെ കരയിലേക്ക് അടിച്ചു കയറും. ആളി കത്തിക്കപ്പെട്ട സമുദ്രം കരയിലേക്ക് അടിച്ചു കയറുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. മാത്രല്ല, ഇദാ സമാഉ ഷഖ്ഖത്, ആകാശം തരിപ്പണമായി വീഴുന്ന അവസ്ഥയുണ്ടാകും. വഇദൻ നുജൂമു കദറത്, നക്ഷത്രങ്ങളൊക്കെ ഞെട്ടറ്റി വീഴും. നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ 13.5 ലക്ഷമാണ് സൂര്യന്റെ വലിപ്പം. ആ സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ആകാശലോകത്തുണ്ട്. അങ്ങനെയുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ ആകാശത്തിലുണ്ട്. അങ്ങനെയുള്ള നക്ഷത്ര കൂട്ടങ്ങൾ ആകാശലോകത്തുണ്ട്. ഇതൊക്കെ ഭൂമിയിലേക്ക് അങ്ങോട്ട് ഉതിർന്നു വീഴുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ചു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, തീർച്ചയായും അന്ത്യദിനത്തിൻ്റെ ആ ഒരു കുലുക്കം, ഭൂമിയുടെ ആ പ്രകമ്പനം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സംഭവം തന്നെയായിരിക്കും. അത് വരുന്നതുവരെ കാത്തിരിക്കണ്ട, അതിനു മുമ്പ് തന്നെ നിന്റെ രക്ഷിതാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളുക എന്നാണ്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മോട് പറയുകയുണ്ടായി. കൈഫ അൻഅമു വസാഹിബുൽ ഖർനി ഖദ് ഇൻതഖമ ഖർൻ. എങ്ങനെയാണ് സന്തോഷത്തോടെ അമിതമായ ആഹ്ലാദത്തോടുകൂടെ ജീവിക്കാൻ പറ്റുക? എന്താ കാരണം? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തെ തൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് നെറ്റികൾ ചുളിച്ച് റബ്ബിൻ്റെ നിർദ്ദേശം കിട്ടാൻ കാതോർത്തിരിക്കുകയാണ്. നെറ്റികൾ ചുളിച്ചെന്ന് പറഞ്ഞതിനാ അത്രയും ശ്രദ്ധയോടുകൂടെ റബ്ബിൻ്റെ നിർദ്ദേശം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അത് കിട്ടിയ ഉടനെ കാഹളത്തിൽ ഊതും. അതോടുകൂടി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സംഭവിക്കും. അവിടെയാണ് മനുഷ്യൻ പാറ്റകളെ പോലെ പറക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നത് അതൊക്കെ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല അടുത്ത വചനത്തിൽ ഈ ഒരു അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ ഭയാനകത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. യൗമ തറൗനഹാ, നിങ്ങൾ അതിനെ കാണുന്ന സമയത്ത്, അഥവാ അന്ത്യദിനത്തെ കാണുന്ന സമയത്ത് എന്താണ് അതിൻ്റെ അവസ്ഥ? അല്ലാഹു പറയുന്നു, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ الناس സുകാറാ വമാ ഹും ബിസുകാറാ വലാകിൻ അദാബല്ലാഹി ശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൗമ തറൗനഹാ, നിങ്ങൾ ആ അന്ത്യദിനത്തെ കാണുന്ന സമയത്ത് തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, മുല കൊടുക്കുന്ന ഓരോ സ്ത്രീകളും തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അവർ അശ്രദ്ധരായി പോകും. ഒരു മാതാവ് തൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ അശ്രദ്ധയാവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നത് ഈ അന്ത്യദിനത്തിൻ്റെ കാര്യങ്ങൾ അത്രമേൽ ഭീകരമായതുകൊണ്ടാണ്, അത്രമേൽ ഭയാനകമായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഒരു ഉമ്മാക്കും തൻ്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയില്ല. ഒരു വീടിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വീടിനകത്ത് ഒരു കുഞ്ഞുണ്ട്. ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യുമെന്ന നിലക്ക് നാട്ടുകാരും ഫയർഫോഴ്സും പലരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്താ ഇപ്പം ചെയ്യാന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ സമയത്ത് ആളിക്കത്തുന്ന തീയിനെ വകഞ്ഞു മാറ്റി തീയിൻ്റെ ചൂട് പ്രശ്നമാക്കാതെ അതിനെ അതിജയിക്കുന്ന തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീ ആ വീടിനകത്തേക്ക് ഓടിക്കയറി തൻ്റെ കുഞ്ഞിനെയും മാറോട് ചേർത്ത് വെച്ച് പുറത്തേക്ക് ഓടി വരുന്നുണ്ടെങ്കിൽ ആ തീയിനെ അതിജയിക്കുന്ന സ്നേഹം തൻ്റെ കുഞ്ഞിനോട് ആ ഉമ്മക്കുള്ളതിൻ്റെ അടയാളമാണത്. എത്ര സ്നേഹമുണ്ടെങ്കിലും ശരി, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞിനെ പോലും ഉമ്മമാരെന്ന് മറന്നുപോകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിനോടുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ വലിയൊരു അടയാളം സംഭവിച്ചതായി കാണാം. ഒരു സ്ത്രീ തൻ്റെ 2 പെൺമക്കളെയും കൊണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. വിശപ്പ് കാരണം സഹിക്കവയ്യാതെയാണ് അവർ വീട്ടിലെത്തുന്നത്. വാതിൽ മുട്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, വല്ലതും വേണം ഭക്ഷിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ അവിടെ 3 ഈത്തപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 3 ഈത്തപ്പഴങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹ ഈ സ്ത്രീക്ക് നൽകി. കൂടെ ഉണ്ടായത് 2 കുട്ടികൾക്കും ഈ സ്ത്രീ ഓരോ ഈത്തപ്പഴങ്ങൾ നൽകി. പെട്ടെന്ന് വിശപ്പ് കാരണം ആ കുട്ടികളത് കഴിച്ചു. ഉമ്മാൻ്റെ കയ്യിൽ ഒരു ഈത്തപ്പഴമാണ് ബാക്കിയുള്ളത്. ഉമ്മാക്കും നല്ല വിശപ്പുണ്ട്. ഉമ്മാൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിലേക്ക് ഈ മക്കൾ നോക്കിയപ്പോൾ ഉമ്മാക്ക് മനസ്സിലായി ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണ്. കയ്യിലുള്ള ഈത്തപ്പഴം 2ആയി പകുത്ത് 2 മക്കൾക്കും ആ ഉമ്മ കൊടുത്തെങ്കിൽ താൻ അനുഭവിക്കുന്ന പട്ടിണിയിലും മക്കളുടെ വയറ് നിറയുന്നതിലൂടെ മനസ്സ് നിറച്ച ഉമ്മ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു, നിഅ്മൽ ഈഥാർ,
നിഅ്മൽ ഈഥാർ, വിശ്വാസികളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. തനിക്ക് ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യത്തിന് പ്രാധാന്യം നൽകുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല ഈഥാറാണ് ചെയ്യുന്നത്. എത്ര സ്നേഹമുണ്ടെങ്കിലും ശരി, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്, അവർ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ വിഷയത്തിൽ ഉമ്മമാര് മറന്നുപോകാൻ മാത്രം ഷൈഉൻ അളീം, വമ്പിച്ച ഒരു സംഭവമാണ് അന്ത്യദിനം എന്ന് പറയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു തള്ളപ്പക്ഷി തൻ്റെ മുമ്പിലുള്ള ഒരു സർപ്പത്തെ കൊത്തി 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 കൊല്ലുന്ന ഒരു വീഡിയോ കുറച്ച് മുമ്പ് വൈറലായിരുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഈ തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടി പോയതാണ്. തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഒരു സർപ്പം ഈ തള്ളപ്പക്ഷിയുടെ കുഞ്ഞുങ്ങളെ അകത്താക്കിയിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യം സഹിക്കവയ്യാതെ ഈ തള്ളപ്പക്ഷി ഈ സർപ്പത്തെ കൊത്തി കൊത്തി കൊല്ലുന്നതാണ്. അതൊരു ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. എത്ര സ്നേഹമുണ്ടെങ്കിലും ശരി, ആ സ്നേഹമൊക്കെ മാറ്റിവെച്ച് തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ വിഷയത്തിൽ ഉമ്മമാർ അശ്രദ്ധമായി പോകും, മറന്നുപോകും. ആ ഒരവസ്ഥയാണ് അന്ത്യദിനത്തിൽ വരാനിരിക്കുന്നത്. മറ്റൊരു അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. ഹംൽ എന്ന് വെച്ചാൽ ശരിക്ക് ഭാരം അല്ലെങ്കിൽ ഗർഭം, ഗർഭിണി എന്നാണ് അർത്ഥം. ഹാമിൽ എന്ന് വെച്ചാൽ ഗർഭിണി എന്നാണ് അർത്ഥം. വതദഉ കുല്ലു ദാതി ഹംലിൻ, ഗർഭമുള്ള ഓരോ സ്ത്രീകളും പ്രസവിച്ചു പോകും. ഹംലഹ, തൻ്റെ ഗർഭം. പ്രായമായിട്ടൊന്നുമില്ല, പ്രസവിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചോർത്ത് പ്രസവിച്ചു പോകും. പൊതുവെ സ്ത്രീകൾ പ്രസവിക്കുന്നത് 9 മാസം പൂർത്തിയാകുമ്പോഴാണ്. 9 മാസം പൂർത്തിയാകുമ്പോഴാണ് പ്രസവിക്കുന്നത് സാധാരണഗതിയിൽ. എന്നാൽ ആ സമയത്തും പ്രസവിക്കാത്ത സ്ത്രീകളും ഉണ്ടാവും. അപ്പോഴാണ് സർജറി ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടിയൊക്കെ ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ അന്ത്യദിനത്തിൻ്റെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില സ്ത്രീകൾ പ്രസവിക്കുന്നല്ല, മറിച്ച് ഗർഭിണികളായ മുഴുവൻ സ്ത്രീകളും അവരുടെ ഗർഭം പ്രസവിച്ചു പോകും. അത്രയും അവരെ ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ, അതിൻ്റെ ഭയാനകത എത്രത്തോളം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നതിന് വേണ്ടി നമുക്ക് വ്യക്തമാക്കി തരികയാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വതറന്നാസ സുഖാറ, ജനങ്ങളെ മത്തു ബാധിച്ചവരായി നിങ്ങൾക്ക് കാണാം. മദ്യം കഴിച്ചു കഴിഞ്ഞാലും മത്തു ബാധിച്ചിട്ട് ഇങ്ങനെ ആടി ചുറ്റി നടക്കണ്ടാവുമല്ലോ, അതുപോലെയായിരിക്കും ആര്? വതറന്നാസ സുഖാറ, ജനങ്ങളെയൊക്കെ മത്തു ബാധിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്നാൽ വമാഹും ബിസുഖാറ, അവർക്ക് മദ്യം കഴിച്ചു മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അവർ ലഹരി ബാധിതരായതല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അതികഠിനമാണ്. റബ്ബിൻ്റെ ആ കഠിനമായ ശിക്ഷ അത് കാണുമ്പോൾ, ഭയാനകമായ അന്ത്യദിനത്തിൻ്റെ അവസ്ഥകൾ കാണുമ്പോൾ ഇവർക്ക് ലഹരി ബാധിച്ചതുപോലെ, ആകെ തലക്ക് മത്തു ബാധിച്ചതുപോലെ അവർ ആയിത്തീരുകയാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പം ശരിക്കും എത്രത്തോളമായിരിക്കും ആ അന്ത്യദിനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? ശരിക്കും അത്രത്തോളം ഭയാനകമാണെന്നർത്ഥം. ഓരോ സ്ത്രീകളും പ്രസവിച്ചു പോവുക, അത്രയും ഭയാനകമായിരിക്കും. ഓരോ മനുഷ്യനും എന്താകും എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു പോകുന്ന അവസ്ഥ, അത്രയും ഗൗരവകരമായിരിക്കും അന്ത്യദിനത്തിൻ്റെ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഈ ഒരു അന്ത്യദിനത്തിന് ഖുർആനിൽ തന്നെ വ്യത്യസ്തങ്ങളായ നാമങ്ങൾ നൽകിയതായി കാണാൻ സാധിക്കും. അൽ ഘാശിയ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഘാശിയ എന്ന് പറഞ്ഞാൽ മൂടുന്നത് എന്നാണ്. സൂര്യൻ അതിൻ്റെ പ്രകാശമൊക്കെ അണഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അൽ ഖാരിഅ എന്ന് അല്ലാഹു പറഞ്ഞു, അൽ ഹാഖ എന്ന് അല്ലാഹു പറഞ്ഞു,
അത്താമ്മത്തുൽ കുബ്ര അസ്സാഖ യൗമുൽ വഈദ് യൗമുൽ മൗഊദ് യൗമുൽ ഹസ്റ യൗമുത് തനാദ് യൗമുത് തലാഖ് യൗമുത് തഗാബുൻ യൗമുൽ ഖുലൂദി വൽ ബഖാ യൗമുൽ ഖിയാമ അൽ യൗമുൽ ആഖിർ الساعة يوم البعث يوم الفصل يوم الدين يوم الجمع الآزفة يوم الحساب ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ ഈ ദിനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായി കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ദിനത്തെ നമ്മളൊക്കെ ജീവിതത്തിൽ ഓർക്കേണ്ടതാണ്. അന്ത്യദിനം എന്ന് പറയുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും തന്നെ ഇല്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതുവരെ ജീവിച്ചിരിക്കുമോ ഇല്ലേ അള്ളാഹു ആലും നമുക്കറിയില്ല. എന്താണെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മനസ്സിലാക്കേണ്ടത് അന്ത്യദിനം രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഓരോ വ്യക്തികൾക്കുമുള്ള അന്ത്യദിനമുണ്ട്, മറ്റൊന്ന് ലോകത്തിൻ്റെ തന്നെയും അന്ത്യദിനമുണ്ട്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നമ്മളുടെ അന്ത്യദിനത്തെക്കുറിച്ചാണ്. എത്രയോ ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, രാത്രി കിടന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, രാവിലെ ഉണരേണ്ട സമയത്ത് ഉണരാതിരുന്ന് വിളിച്ചു നോക്കുമ്പോൾ ആള് അനങ്ങുന്നില്ല. ജീവിതത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും അന്ന് രാത്രികൾ കിടന്നിട്ടുണ്ടാവുക. കൂടെ കിടക്കുന്ന പ്രിയതമയോട് പലതും സംസാരിച്ച് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും മണിക്കൂറുകളിലൊക്കെ ചെയ്യേണ്ടതും പറയേണ്ടതുമായ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞും പ്ലാൻ ചെയ്തുമായിരിക്കും കടന്നിട്ടുണ്ടാവുക. എന്നാൽ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകി ആ വ്യക്തി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അതൊരു മടക്കമില്ലാത്ത യാത്രയാണ്. പിന്നീട് അയാളുടെ ഭാര്യയുടെ അടുത്തേക്കോ മക്കളുടെ അടുത്തേക്കോ അയാളുടെ ബിസിനസ്സിലേക്കോ അയാളുടെ വാഹനത്തിലേക്കോ അയാളുടെ വസ്ത്രത്തിൻ്റെ ഉള്ളിലേക്കോ ഒരു മടങ്ങി വരവ് അയാൾക്കില്ല. അയാളെന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് നമ്മൾ ഈ ലോകത്തോട് വിട പറയും. വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിയ പലരും ആംബുലൻസിലാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. പ്രവാസ ലോകത്തേക്ക് പോയ പലരും പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം പരീക്ഷണങ്ങൾ അകപ്പെട്ടവരുണ്ട്. പലരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. പലരെക്കുറിച്ച് നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. നമുക്ക് നമ്മുടെ പരിസരത്തുള്ള പള്ളിപ്പറമ്പിൽ പലരുടെയും ഖബറുകൾ കുഴിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്തൊരു ഖബർ ഒരു പക്ഷേ നമുക്ക് വേണ്ടിയാകാം. പറയാനാവില്ല മരണം എത്ര സമീപത്താണ് എന്ന്. നമ്മൾ ധരിച്ച വസ്ത്രത്തിൻ്റെ ബട്ടൺസ് ഇട്ടത് നമ്മളാണെങ്കിൽ ഒരു പക്ഷേ ഈ ബട്ടൺസ് അഴിച്ചു മാറ്റുന്നത് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. ഇന്ന് നമ്മൾ കുളിച്ചുവെങ്കിൽ അടുത്തൊരു കുളി ഒരു പക്ഷേ നമ്മൾ കുളിപ്പിക്കുന്നത് മറ്റാരെങ്കിലും ആയിരിക്കും. നമുക്കാർക്കും പറയാനാവില്ല. ഇന്നലെ വരെ നമ്മൾ AC ഉള്ള ഫാനുള്ള റൂമിൽ ബെഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരുപക്ഷെ നമ്മൾ ഇനി ആ ഒരു റൂമിലേക്ക് തിരിച്ചു പോകാത്ത അവസ്ഥയിലേക്ക് മാറിയേക്കാം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തുകളിലൂടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൻ്റെ ഈ വചനങ്ങൾ ഇറങ്ങുന്ന ഒരു സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യാത്രയിലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉബയ്യ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയുണ്ടായി, ഉഖ്രിജ് ബഅ്തന്നാർ, അല്ലയോ ആദം നരകത്തിൻ്റെ ആളുകളെ പുറപ്പെടുവിക്കുക എന്ന്. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, വമാ ബഅ്തുന്നാർ, നരകത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്, അതെന്താണ്? ഫയഖൂൽ,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. മിൻ കുല്ലി അൽഫിൻ 999 എല്ലാ 1000-ൽ നിന്നും 999 ആളുകൾ, എല്ലാ 1000-ൽ നിന്നും 999 ആളുകൾ നരകത്തിലേക്കായിരിക്കും. ബാക്കിയുള്ള ഒരാളാണ് സ്വർഗത്തിലേക്കുണ്ടാവുക. ഫഇൻദ ദാലിക യശീബു സഗീർ, ആ സംഭവം സംഭവിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും നര ബാധിക്കും. വതദഉൽ ഹാമിലു ഹംലഹ, ഗർഭിണികൾ പ്രസവിച്ചു പോകും. വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ വലാകിൻ അദാബല്ലാഹി ശദീദ്. മാത്രമല്ല ഗർഭിണികൾ പ്രസവിച്ചു പോകും. ഗർഭിണികൾ പ്രസവിച്ചു പോകുന്നു മാത്രമല്ല, ജനങ്ങളെയൊക്കെ മത്ത് ബാധിച്ചവരായി കാണാം. അവർക്ക് മത്ത് ബാധിച്ചതല്ല, റബ്ബിന്റെ ശിക്ഷയുടെ കാഠിന്യം കാരണം അവർ ആ രൂപത്തിൽ ആയിപ്പോയതാണ്. ഖാല, ആ സ്വഹാബി പറയാൻ, ഫഅൈന നാജി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ 1000-ൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെടുന്നതെങ്കിൽ ഫഅൈന നാജി യാ റസൂലല്ലാഹ്, എങ്കിൽ പിന്നെ രക്ഷപ്പെടുന്നവരായിട്ട് ആരാണ് ഉണ്ടാവുക? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിറൂ ഫഇന്ന വാഹിദൻ മിൻകും വഅൽഫൻ മിൻ യഅജൂജ് വമഅജൂജ്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും ബാക്കി 1000-ൽ എത്രയുണ്ട് അത് യഅജൂജ് മഅജൂജിൽ നിന്നുമായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഅത്മഉ അൻ തകൂനു റുബ്അ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ 1/4 ഭാഗം എൻ്റെ ഉമ്മത്ത് ആകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫകബ്ബർനാ വഹമദ്നല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅത്മഉ അൻ തകൂനു സുലുസ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിലെ 1/3 ഭാഗം എൻ്റെ ഉമ്മത്തിൽ നിന്നാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോഴും ഞങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചൊല്ലുകയും സ്തുതിക്കുകയും ചെയ്തു. തുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅത്മഉ അൻ തകൂനു നിസ്ഫ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ പകുതി എൻ്റെ ഉമ്മത്തിലെ ആളുകളാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ മസലുക്കും ഫിന്നാസ് കമസലി ശഅറത്തിൽ ബൈദാ ഫി ثൗരിൽ അസ്വദ് ഔ കമസലി ശഅറത്തി സൗദാഇ ഫി ثൗരിൽ അബിയദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നമാ മസലുക്കും ഫിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഉപമ കമസലി ശഅറത്തിൽ ബൈദാ, വെളുത്ത രോമം പോലെയാണ്. ഫി ثൗരിൽ അസ്വദ്, കറുത്ത നിറത്തിലുള്ള കാളയുടെ പുറത്തുള്ള വെളുത്ത രോമം പോലെയാണ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞ 1000-ൽ ഒരാളാകാൻ വേണ്ടിയുള്ള ശക്തമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ശക്തമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇയാൾ ഇന്ത്യൻ പൗരനാണോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും ഭീതിയിലാണ്. ഞാനതിൽ പെടാതെ പോകുമോ, ഞാൻ പുറത്തായി പോകുമോ എന്നുള്ള ഭീതി കാരണം പലരും പേടിയിലാണ്. എന്നാൽ എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമോ എന്ന വിഷയത്തിൽ പോലും പലർക്കും ഈ ഭീതിയില്ലാതായിത്തീരുന്നു. ഒരിക്കലും നമ്മൾ അങ്ങനെയാകേണ്ടവരല്ല. സ്വർഗത്തിലുള്ള പ്രവേശനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ടെൻഷൻ, ആ വിഷയത്തിലുള്ള ഭയപ്പാടുമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എല്ലാവരെയും വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, തീർച്ചയായും അന്ത്യദിനത്തിന്റെ ആ പ്രകമ്പനം, ആ ഒരു കുലുക്കം, ഷൈഉൻ അദീം, അത് വമ്പിച്ച ഒരു കാര്യം തന്നെയാണ്. യൗമ തറൗനഹാ,
നിങ്ങൾ ആ അന്ത്യദിനത്തെ കാണുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? തദ്ഹലു കുല്ലു മുർദിഅത്തിൻ, മുലയൂട്ടുന്ന ഓരോ സ്ത്രീകളും അശ്രദ്ധയിലായി പോകും. അമ്മ അർദഅത്, അവർ മുലയൂട്ടുന്നവരെ കുറിച്ച്, മക്കളുടെ വിഷയം അവർ മറന്നുപോകും. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭിണികളായ ഓരോ സ്ത്രീകളും അവരുടെ ഗർഭം പ്രസവിച്ചു പോകും. അതിൽ പലതരത്തിലുള്ള അഥവാ പല മാസത്തിലെത്തിയവരുണ്ടാവാം, എല്ലാം പ്രസവിച്ചു പോകും. വതറന്നാസ സുഖാറ വമാ ഹും ബിസുഖാറ, ജനങ്ങളെ മത്തു ബാധിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം, എന്നാൽ അവർക്ക് മത്തു ബാധിച്ചതല്ല. റബ്ബിൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പൊതുവെ ചില ആളുകളൊക്കെ ചില തോടുകളിലും കുളങ്ങളിലൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി തോട്ട പൊട്ടിക്കുക എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. തോട്ട പൊട്ടിക്കുക, വെള്ളത്തിൻ്റെ അടിയിൽ എന്തോ ഒരു വലിയ പടക്കം പൊട്ടിക്കലാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ മത്സ്യങ്ങളൊക്കെ പരക്കം പായും. എന്തോ ഒന്ന് സംഭവിച്ച പോലെ പരക്കം പായും. അതുപോലെ ഒരു മയക്കം ബാധിച്ചിട്ടൊക്കെ ചില മത്സ്യങ്ങൾ ഇങ്ങനെ ചത്തുപൊങ്ങുന്ന പോലെ പൊങ്ങും. ശരിക്കും ആയത്തോതിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാ, ആ തോട്ട പൊട്ടുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളൊക്കെ പരക്കം പാഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കും. ശരിക്കും അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ്, റബ്ബിൻ്റെ ശിക്ഷയുടെ കാഠിന്യം കാരണം മനുഷ്യരെ മത്തു ബാധിച്ചതായി നിങ്ങൾക്ക് കാണാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ ഭയാനകതയാണ് അള്ളാഹു നമുക്ക് മുമ്പിൽ വ്യക്തമാക്കിയത്. ആ ഒരു ദിനം വരും മുമ്പേ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം നമ്മളെ തേടിയെത്തിയേക്കും എന്നുള്ള ഓർമ്മ എപ്പോഴും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് വിശ്വാസ കർമ്മ കാര്യങ്ങൾ നന്നാക്കി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളുടെ വിശ്വാസ കാര്യങ്ങളാണെങ്കിലും, നമ്മൾ പറയുന്ന വാക്കുകളാണെങ്കിലും, നമ്മൾ കാണുന്ന കാര്യങ്ങളാണെങ്കിലും, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ വളരെ സൂക്ഷിക്കണം നമ്മൾ. അത് നമുക്ക് സ്വർഗം നഷ്ടപ്പെടുന്ന ഒന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യത്തലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പം ഇങ്ങോട്ട് കടന്നു വരും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും സംഭവം. അപ്പൊ കടന്നു വന്നത് ആരാ? മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സ്വഹാബത്തിന് വലിയൊരു ആവേശം, ഇദ്ദേഹം സ്വർഗാവകാശിയാണ് കേട്ടപ്പോൾ എന്ത് ചെയ്തിട്ടായിരിക്കും എന്നറിയാൻ. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, യത്തലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. 3 പ്രാവശ്യം വന്നതാരാണ്? സഅദ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. ആ സമയത്ത് ഒരു സ്വഹാബി സഅദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നു അതിഥിയായിട്ട്. എന്തിനാണ്? ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ എന്ത് നന്മയാണ് ഇദ്ദേഹം കൂടുതലായിട്ട് ചെയ്യുന്നത് എന്നറിയാൻ. നോക്കുമ്പോൾ സാധാരണ അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയുള്ളൂ. പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കാണ്, കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഒരാളോടും ഒരു ദേഷ്യമില്ല. രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് ഒരാളോടും ഒരു ദേഷ്യവുമില്ലാത്ത ശുദ്ധമായ മനസ്സോടുകൂടെയാണ് ഞാൻ ഉറങ്ങാറുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു മഹത്വം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. നമുക്കും ഇങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി ഉറങ്ങാൻ പറ്റണമെങ്കിൽ ദിവസവും 1000-ഓ 2000-ഓ 5000-ഓ 10000-ഓ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തീരുമാനിച്ചാൽ മതി, എല്ലാവർക്കും ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു, എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. മനസ്സിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ ഒരു നയാ പൈസയുടെ ആവശ്യമില്ല. ആ ഒരു മനസ്സ്, വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ അത്രത്തോളം നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വിട്ടുകൊടുക്കൂല ഞാൻ എന്നുള്ള വാശിയോടുകൂടെ നമ്മൾ നിന്നതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് 1 രൂപ കൊണ്ടുവന്നിരുന്നുണ്ടോ? ഇല്ല. ഒരു ഭൗതികമായൊരു നേട്ടവും അതുകൊണ്ടില്ല എന്ന് മാത്രമല്ല, നെഗറ്റീവുകൾ മാത്രമേ അതുകൊണ്ടുണ്ടാകുന്നു. നമുക്ക് തന്നെ മാനസികമായി
ഒരു കുടുസത അനുഭവപ്പെടുന്ന അവസ്ഥയിലുണ്ടാവുക. നേരെ മറിച്ച് വിട്ടുവീഴ്ചയുടെ മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രത്തോളമായിരിക്കും അതിൻ്റെ പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സ്വർഗം എന്നത് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല, അധ്വാനം എന്നത് അനിവാര്യമാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സാധ്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് പിടിവാശി നമ്മൾ ഉപേക്ഷിക്കുക. മനസ്സിൻ്റെ കുശുമ്പും പകയും വിദ്വേഷവും വെറുപ്പും നമ്മൾ ഉപേക്ഷിക്കുക. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനല്ല. എന്തേ അയാൾക്ക് വിട്ടുകൊടുത്തൂടെ, അയാൾക്ക് ക്ഷമിച്ചു കൊടുത്തൂടെ, അയാൾക്ക് പുറത്തു കൊടുത്തൂടെ. മറ്റുള്ളവരെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കണം, നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക. എനിക്ക് ഇനി എന്തെങ്കിലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ടോ? എൻ്റെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് എന്നോട് വെറുപ്പ് വരുന്നുണ്ടെങ്കിൽ എന്നിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കണം. അതോടൊപ്പം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സും നമുക്കുണ്ടായിരിക്കണം. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ നേട്ടങ്ങൾ പലതുമുണ്ട്. അതൊക്കെ ജീവിതത്തിൻ്റെ അന്ത്യം വരും മുമ്പേ ആലോചിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആയത്തുകളിലൂടെ നമുക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനയമുള്ള മരണത്തെക്കുറിച്ചും മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഓർക്കുന്ന മനസ്സുകളിൽ നിന്ന് ഇപ്രകാരം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളായി മാറണം. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിരിക്കണം. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള പുഞ്ചിരിയും സലാം പറയലുമായിരിക്കണം. അതല്ലാതെ മനസ്സിൽ നമുക്ക് ഉറപ്പും വിദ്വേഷവും വെച്ചിട്ട് നമ്മൾ നടത്തുന്ന സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ട് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. നാളെ ഈ സമയത്ത് നമ്മളൊരു പക്ഷേ ആരുടെ മണ്ണിലായേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് അതറിയുന്നവൻ. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക, മനസ്സിനെ നമ്മൾ കഴുകി വൃത്തിയാക്കുക. അതാണ് അള്ളാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ ആത്മാവിനെ ശുദ്ധിയാക്കിയവൻ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലീമസമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മാത്രമായിട്ട് പറഞ്ഞതല്ല, മറിച്ച് ഇതിൻ്റെ മുമ്പ് എത്ര കാര്യങ്ങൾ അല്ലാഹു പിടിച്ച് സത്യം ചെയ്തു. നമുക്കറിയാം സൂറത്ത് ഏതാണത്? വശംസി വദുഹാഹ വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തുഹാഹ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ ബിതഖ്വാഹ. ഇതൊക്കെ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പിടിച്ച് സത്യം ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് അള്ളാഹു പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ. മനസ്സിനെ ശുദ്ധീകരിച്ചവരാരോ അവനാണ് വിജയിച്ചവനെന്ന്. നമുക്ക് വിജയികളിൽ ഉൾപ്പെടാൻ പറ്റണം. പരാജിതരായിക്കൂടാ, നമ്മളാരും പരാജിതരായിക്കൂടാ. അതുകൊണ്ട് വിജയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൂടുതൽ പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമുക്ക് ആ ഒരു മനസ്സ് വരുന്നതിനെതിരെ പിശാച് നന്നായി കളിച്ചുകൊണ്ടിരിക്കും. അത് തിരിച്ചറിയാനും പക്വമായി അതിനെ നേരിടാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യുന്നത് ക്ലാസ് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.